ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ചിക്കനാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ വലിയ തക്കാളി, അത് വലുതല്ലെങ്കിൽ ചെറുത് 2 എടുക്കണം. പിന്നെ ഒരു വലിയ പിടി ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലിന് പകരം മറ്റേ നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഉലുവപ്പൊടി 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചെടുത്താൽ മതി. അധികം ആയിക്കഴിഞ്ഞാൽ കയ്പ്പ് വരും. നമുക്ക് ഈ പെപ്പർ പൗഡർ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നന്നായി അരയണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇത് വഴറ്റുമ്പോൾ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ മസാലകളെല്ലാം കൂടി ഇട്ട് പെപ്പർ പൗഡറും മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അത് അരച്ചത് ഞാൻ ഈ ചിക്കനിൽ തേച്ച് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതല്ല മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വെക്കണം. അതായത് മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം മസാല. അപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലി ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കാം. പിന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഇതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ചൂടായി നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വയ്ക്കുക. ചിക്കനൊക്കെ എടുത്ത് എല്ലാം നിരത്തിയിട്ടുണ്ട്. ഫുൾ ചിക്കൻ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ തീ നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിമ്മിലാക്കിയിട്ട് മൂടി വെച്ച് ഈ ചിക്കൻ മൊരിയും വേണം, പിന്നെ ഇത് വെന്ത് കിട്ടാൻ വേണം. അതിന് വേണ്ടി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ അത് മൂടി വയ്ക്കുക. ഒന്നും കൂടി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് ചിക്കൻ്റെ മസാലയൊക്കെ മൊരിഞ്ഞ് കിട്ടാൻ വേണം. എന്നാൽ ഈ ചിക്കൻ വെന്ത് കിട്ടിയിട്ട് അപ്പോൾ സ്ലോയിൽ തന്നെ ചെയ്യുക. തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കണം. ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മസാല ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. തിരിച്ചിട്ടിട്ട് മൂടി വയ്ക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റേ സൈഡും കൂടി ഇതുപോലെ ഒന്ന് മൊരിയാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് മൂടി വയ്ക്കാം. ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഒന്നുകൂടി നമുക്ക് ഇപ്പോൾ മൊരിയാത്ത ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് മൊരിക്കാം. അത് നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് വേവുകയും ചെയ്യും. മസാല ചെറിയ തീയിലായതുകൊണ്ട് മസാല ചെറിയ തീയിലിരുന്ന് വെന്ത് നല്ല മസാലക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തീ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ശരിക്കും വേവേയില്ല. അപ്പോൾ ചെറിയ തീയിലിട്ട് മസാലയൊക്കെ ഒന്ന് അപ്പോൾ ഉള്ളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എപ്പോഴും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളി പെട്ടെന്ന് വലുതായി കിടക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടികളൊക്കെ ചേർത്ത് ആ പൊടികളൊക്കെ ചേർത്ത പോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എടുത്തു വെച്ച തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റോസ്റ്റിൻ്റെ വീഡിയോ കാണിച്ചതിൽ പറഞ്ഞ അതേപോലെ തന്നെ മൂടി വയ്ക്കുക. തക്കാളിയൊക്കെ നല്ല വേവുന്ന വരെ മൂടി വെച്ച് ഒന്ന് ഇടക്കിളക്കി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കുക. അങ്ങനെ തക്കാളിയുടെയൊക്കെ ആ ഒരു പുളിരസം ചിക്കനിൽ വരുവോളം നമ്മൾ നന്നായിട്ട് വഴന്ന് കിട്ടുന്ന വരും അതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഉലുവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ചെറിയ ഉള്ളിയുടെയും ഉലുവയുടെയൊക്കെ ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. നല്ല ടേസ്റ്റും ആയിരിക്കും ഇത് കഴിക്കാൻ. ഇത് ചോറിനായാലും ചപ്പാത്തിക്കായാലും കുബൂസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കും കുബൂസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. കൂട്ടി ഗാർലിക് പേസ്റ്റും കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വേറെ ഒന്നും ആവശ്യമില്ല.
അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ നമ്മളെ തക്കാളിയും കുറച്ച് വഴന്നിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ച പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് മൂടി വെച്ചു. ഒന്നുകൂടിയും തക്കാളി വഴന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തു. തക്കാളി ഒന്നും കൂടി ഒന്ന് വഴന്ന് കിട്ടാനുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം, ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ മസാലയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വല്ലാണ്ട് ഡ്രൈ ആയി പോകണ്ട, ചെറിയൊരു മസാല ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാവും ഉണ്ടാവുക. നമുക്ക് കുറച്ച് ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മതി, അധികം ആവരുത്. ഉലുവ അധികമായിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. ഒരു നുള്ള് പൊടിയും കൂടിയിട്ട് നമുക്കതിലേക്ക് ഇട്ടെന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുബൂസിൻ്റെ കൂടെ കുബൂസും ഗാർലിക് പേസ്റ്റും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തിക്കും നല്ലതാണ്, ചോറിനായാലും കഴിക്കാൻ പറ്റും. എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉലുവ ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.